നമ്മൾ എന്തുമാത്രം അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നു, നമ്മൾ എന്തുമാത്രം അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അതിനേക്കാൾ എത്രയോ കൂടുതൽ അള്ളാഹുവിന് നമ്മെ ഇഷ്ടം. അള്ളാഹു നമ്മളെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ കുറിച്ച് നമുക്ക് അറിയിച്ചു തരാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു സംഭവമുണ്ട്. പ്രവാചക കാലഘട്ടത്തിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കെ അതിൽ തന്റെ നഷ്ടപ്പെട്ട കുട്ടിയെ അന്വേഷിച്ച് ഓടുകയാണ് ഒരു സ്ത്രീ, ഒരു ഉമ്മ. യുദ്ധത്തിനിടയിൽ കുട്ടിയെ നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ആരെങ്കിലും ശത്രുക്കൾ കൊന്നിട്ടുണ്ടാവുമോ? എന്റെ കുട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവുമോ? കുട്ടിയെ കാണാതെ ബേജാറായി ആകെ സങ്കടത്തോടെ പല വഴിക്കും ഓടി പരതുകയാണ്. തന്റെ കുട്ടിയെ കിട്ടിയെങ്കിൽ കുട്ടിക്ക് വേണ്ടി ഓടുകയാണ്. അങ്ങനെ ഓടി തളർന്ന ആ ഉമ്മാക്ക് ആ കുട്ടിയെ കയ്യിൽ കിട്ടിയപ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ആ തന്റെ കുട്ടിയെ തന്നിലേക്ക് ചേർത്ത് അണച്ചു വെച്ചു ആ ഉമ്മ. എന്നിട്ട് ആ കുട്ടിയെ തുരുതുരാ ഉമ്മ വെച്ചു, ചുംബിച്ചു. സ്നേഹത്തോടെ ആ നെറ്റിയിൽ തലോടി തന്റെ നെഞ്ചിലേക്ക് തന്റെ പൊന്നു മകനെ ചേർത്ത് അണച്ചു വെച്ച് തന്റെ ഇഷ്ടവും സ്നേഹവും പ്രകടിപ്പിക്കുമ്പോ ആ ഉമ്മാന്റെ കണ്ണിങ്ങനെ നിറഞ്ഞിരുന്നു. ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ് നബിയും സഹാബത്ത്. ഇത് കണ്ടു നിന്ന സഹാബത്തിനോടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ആ ഉമ്മ ആ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആ ഉമ്മ ആ കുട്ടിനെ തീയിലേക്ക് വലിച്ചെറിയാൻ ഉമ്മാക്ക് പറ്റുമോ? സഹാബത്ത് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ മറുപടി തന്നെ. കഴിയില്ല അള്ളാഹുവിന്റെ പ്രവാചകരെ, അത്രമേൽ ഇഷ്ടാണ് ആ ഉമ്മാക്ക് ആ കുട്ടിനെ. അത് നമ്മൾ കാണാണല്ലോ, അതുകൊണ്ട് കഴിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോടായി പറഞ്ഞു, ആ ഉമ്മയേക്കാൾ കൂടുതൽ നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളുടെ സെട്ടാവ്, നിങ്ങളുടെ അല്ലാഹ്, നിങ്ങളുടെ റബ്ബ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനതയെ പഠിപ്പിച്ചു.